നെക്സ്റ്റ് പ്രോബ്ലവും ഇതുപോലൊരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ തന്നെയാണ്. ഒരു ന്യൂലി സ്റ്റാർട്ടഡ് കമ്പനിയാണ്. അവരൊരു ഒരു ക്യാഷ് ബഡ്ജറ്റ് ജാനുവരി തൊട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഫോർ ദ ഫസ്റ്റ് 6 months. ജാനുവരി, ഫെബ്രുവരി, ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ അവരുടെ മന്തിലെ ഒരു എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ്, ടോട്ടൽ സെയിൽസിൻ്റെയും പെർച്ചേസിൻ്റെയും വേജസും പ്രൊഡക്ഷൻ ഓവർഹെഡും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ്, അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ഒരു ന്യൂ മെഷീനറി 30,000 ഓൺ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാണ്. അത് 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് മാർച്ചിലും ഏപ്രിലും പേ ചെയ്യേണ്ടി വരും. സെയിൽസ് കമ്മീഷൻ ടോട്ടൽ സെയിൽസിൻ്റെ 5% കിട്ടും. അത് പേ ചെയ്യണം വിത്തിൻ എ മന്ത്. ആക്ച്വൽ സെയിൽസ് കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ളിൽ. പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ് 2 months ആണ്. പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ് 1 month ആണ്. ഓവർഹെഡിന്റെ ഡിലേ ഇൻ പേയ്മെന്റ് 1 month ആണ്. വേജസിന്റെ ഡിലേ ഇൻ പേയ്മെന്റ് ½ month ആണ്. ടോട്ടൽ സെയിൽസിന്റെ 50% ക്യാഷ് സെയിൽസ് ആണ്. ഫസ്റ്റ് ജാനുവരിയിലെ ക്യാഷ് ബാലൻസ് 15,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 6 monthsലേക്കുള്ള ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് ജാനുവരി തൊട്ടിട്ട് ജൂൺ വരെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ജാനുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 15,000 ആണ് എന്ന്. നോർമലി നമ്മൾ ചെയ്യണ പോലെ റെസീറ്റ്സ് ആഡ് ചെയ്തിട്ട് പേയ്മെന്റ് കുറച്ചിക്കുക, എന്നിട്ട് ക്ലോസിംഗ് ബാലൻസ് കാണാം. അതാ ചെയ്യണ്ടേ. ജാനുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് 15,000 ആണ്. റെസീറ്റ് എന്ന് പറയുന്നത് ആകെ വരുന്നത് ടോട്ടൽ സെയിൽസിന്റെ 50% ക്യാഷ് സെയിൽസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജാനുവരിയിലെ ടോട്ടൽ സെയിൽസ് 20,000 ആണ്. അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ 10% ക്യാഷ് സെയിൽസ് ആണ്. വേറെ ഒന്നും ഡെറ്റേഴ്സ് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ഫോർ കസ്റ്റമേഴ്സ് 1 month ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ തുടങ്ങുന്നത് ജാനുവരിയിലാണെന്നുള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും അവിടെ കിട്ടാനില്ല. ഇനി പറയുന്നത് പെർച്ചേസസ് പ്രത്യേകിച്ചൊന്നും ഇല്ല. ആ സമയത്ത് വേറെ പെർച്ചേസസോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. വേജസ് ഒരു കാര്യം പറയുന്നത് ഹാഫ് ആണ്. ഡിലേ ഇൻ പേയ്മെന്റ് ഓഫ് വേജസ് ½ a month ആണ്. എന്ന് വെച്ചാൽ 5,000ന്റെ പകുതി നമുക്ക് ജാനുവരിയിൽ കിട്ടും, ½ a month ആയതുകൊണ്ട്. അപ്പോൾ 2,500 അവിടെ വരും. പിന്നെ വേറെ ഒന്നും വരില്ല. ഓവർഹെഡ് വരില്ല. സെല്ലിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓവർഹെഡോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസിന്റെ കമ്മീഷനോ പർച്ചേസ് ഓഫ് മെഷീനറോ ഒന്നും തന്നെ ജാനുവരിയിൽ വേറെ ഇല്ല. അപ്പോൾ ആ ഒരു 2,500 പേ ചെയ്താൽ മതി. സോ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് 22,500 ഉണ്ട്. ഇനിയാണ് ഫെബ്രുവരി. അപ്പോൾ ഫെബ്രുവരിയുടെ ഓപ്പണിംഗ് ബാലൻസ് ഈ 22,500 ആണ്. അവിടെയും നമുക്ക് റെസീറ്റ് എന്ന് പറയുന്നത് ഒന്ന് ക്യാഷ് സെയിൽസ് വരും. ടോട്ടൽ സെയിൽസിന്റെ 50%. ഫെബ്രുവരിയിലെ ടോട്ടൽ സെയിൽസ് 22,000 ആണ്. അതിന്റെ 50% എന്ന് പറയുമ്പോൾ 11,000 വരും. ഇനി ഒരു കാര്യം പറയുന്നത് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ്. നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പീരീഡ്, കടം വീട്ടാൻ നമ്മൾ കൊടുക്കുന്ന പീരീഡ് 1 മാസമാണ്. എന്ന് വെച്ചാൽ ജാനുവരിയിൽ ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഫെബ്രുവരിയിൽ തരണം. ജാനുവരിയിലെ മൊത്തം സെയിൽസ് 20,000 ആണ്. അതിന്റെ പകുതി അപ്പം തന്നെ കാശായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ക്യാഷ് സെയിൽസ് 10,000 എന്ന് പറയണത്. അപ്പൊ പിന്നെ ഇനി ബാക്കി എത്രയേ കിട്ടാനുണ്ടാവുള്ളൂ? 10,000 ബാക്കി ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഫെബ്രുവരിയിൽ കിട്ടും ചെയ്യും. അപ്പൊ ഇവിടെ ക്യാഷ് സെയിൽസും റെസീറ്റ് ഫ്രം ഫെബ്രുവരി മാസത്തെ ക്യാഷ് സെയിൽസ് 11,000. ജാനുവരി മാസത്തെ കസ്റ്റമേഴ്സിന് നമ്മൾ കടം കൊടുത്തത് ആ ക്യാഷ് സെയിൽസ് കുറച്ചിട്ടുള്ള ഒരു 10,000 ആണ്. അത് നമുക്ക് ഫെബ്രുവരിയിൽ കിട്ടും. അപ്പൊ അങ്ങനെ ടോട്ടൽ ക്യാഷ് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ 43,500 ആണ് കിട്ടാനുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ടെന്നാണ്. പർച്ചേസസ് പ്രശ്നമില്ല, കാരണം നമുക്ക് 2 മാസം സപ്ലയേഴ്സ് നമുക്ക് കടം കൊടുക്കാനുള്ള, നമുക്ക് സപ്ലയേഴ്സിന് കാശ് കൊടുക്കാൻ അവർ 2 മാസം സാവകാശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫെബ്രുവരിയിൽ പ്രശ്നമില്ല. വേജസിന്റെ കാര്യം പറയുമ്പോൾ ജാനുവരിയിൽ ഒരു 5,000ന്റെ പകുതി, ഒരു 5,000ന്റെ പകുതി, ഒരു 2,500 കൊടുത്തിട്ടുള്ളൂ. ബാക്കി പകുതിയും
ഫെബ്രുവരിയിലെ 4500ന്റെ പകുതിയും കൂടി ചേർത്ത് 5200 നമുക്ക് വേജസ് കൊടുക്കേണ്ടി വരും. കാരണം വേജസിന്റെ കേസ് എന്താ പറഞ്ഞിരിക്കണേ, ഡിലേ ഇൻ പേയ്മെന്റ് ഹാഫ് എ മന്ത് എന്നാണ്. അത് വെച്ചിട്ടാണ് ജാനുവരിയിലെ വേജായ 5000ന്റെ പകുതി അവിടെ നമ്മൾ കൊടുത്തത്. ബാക്കി ജാനുവരിയിലെ ബാക്കി വേജ് 2500ഉം ഫെബ്രുവരിയിലെ 4500ന്റെ പകുതിയും കൂടി നമ്മൾ ഫെബ്രുവരിയിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരു 5200 പോയി. ഇനി നമ്മുടെ പ്രൊഡക്ഷൻ ഓവർഹെഡിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഡിലേ ഇൻ ഓവർഹെഡ് 1 മന്ത് എന്ന് വെച്ചാൽ ജാനുവരിയിലെ ഓവർഹെഡ് നമ്മൾ ഫെബ്രുവരിയിലാണ് കൊടുക്കണേ. അതാണ് 2200 അപ്പൊ കൊടുക്കണം. അത് തന്നെയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ 1 മന്ത് ഡിലേ 900. ഇനി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സെയിൽസിന്റെ 5% സെയിൽസ് കമ്മീഷൻ ഒരു മാസം കഴിഞ്ഞിട്ടാ കൊടുക്കണ്ടേ. എന്ന് വെച്ചാൽ ജാനുവരിയിലുള്ള ടോട്ടൽ സെയിൽസ് എത്രയായിരുന്നു? 20,000. ആ 20,000ന്റെ 5% കമ്മീഷൻ 1000 രൂപ അത് നമ്മൾ ഫെബ്രുവരിയിൽ കൊടുക്കണം. പർച്ചേസ് ഓഫ് മെഷീനറി ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അവിടെ ടോട്ടൽ പേയ്മെന്റ് 9300 കിട്ടി. അപ്പൊ ടോട്ടൽ ക്യാഷിൽ നിന്ന് ടോട്ടൽ പേയ്മെന്റ് കുറയ്ക്കുമ്പോൾ 34,200 കിട്ടി നമ്മുടെ ഫെബ്രുവരിയിലെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. ഇതായിരിക്കും നമ്മുടെ മാർച്ചിലെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഇനി മാർച്ചിൽ എന്തെല്ലാം സാധനങ്ങൾ വരും? നമുക്കറിയാം മാർച്ചില് 28 ആണ് സെയിൽസ്. അതിന്റെ പകുതി 14,000 റെഡി ക്യാഷ് ഉള്ള ക്യാഷ് സെയിൽസ് വരും. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് ഒരു മാസമാണ് കടത്തിലോടാൻ അനുവദിച്ചിട്ടുള്ള, ഒരു മാസം കഴിഞ്ഞ കടം നമുക്ക് തരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിലെ 22,000ലെ 11,000 റെഡി ക്യാഷ് കിട്ടി. ബാക്കി 11,000 നമുക്ക് മാർച്ചിലാണ് കിട്ടുക. അപ്പൊ അങ്ങനെ ടോട്ടൽ ക്യാഷ് പേയ്മെന്റ് 59,200 എന്ന് വരും. ഇനി നമ്മള് സപ്ലയേഴ്സിന് കടം കൊടുക്കാൻ 2 മാസം സാവകാശ സപ്ലയേഴ്സ് തന്നത് എന്ന് വെച്ചാൽ നമ്മള് ജാനുവരിയിലെ പർച്ചേസ് ചെയ്തതിന്റെ കടം നമ്മളിപ്പോ മാർച്ചിൽ വീട്ടണം. അതാണ് പർച്ചേസസ് അവിടെ 20,000 വന്നത്. ഇനി വേജസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലത്തെ 5,400 ഫെബ്രുവരിയിലെ വേജിന്റെ പകുതിയും മാർച്ചിലെ 5,600 പകുതിയും കൂടി ചേർന്ന് മാർച്ചിൽ നമ്മൾ ടോട്ടൽ 5,500 വേജസ് പേ ചെയ്യേണ്ടി വരും. പ്രൊഡക്ഷനും സെല്ലിംഗ് ഓവർഹെഡ് ഒക്കെ നമുക്ക് ഒരു മാസം ലാഗ് എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലെ 2,300ഉം 1,000ഉം നമ്മൾ മാർച്ചിലാണ് കൊടുക്കുക. സെയിൽസിന്റെ കമ്മീഷൻ ആണെങ്കിലും അതെ 5%. ഏതിന്റെ 5%? ഫെബ്രുവരിയിലുള്ള സെയിൽസിന്റെ 5% കമ്മീഷൻ നമുക്ക് മാർച്ചിലാണ് കൊടുക്കേണ്ടി വരിക, 1,100. ഇവിടെ രൂപയ്ക്ക് വാങ്ങിച്ച മെഷീന്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റും നമുക്ക് ഈ മാസമാണ് അടയ്ക്കേണ്ടത്, ഒരു 15,000 എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം കൂടിയിട്ട് 44,900 നമ്മൾക്ക് ആ മാസം പേയ്മെന്റ് വരും. അപ്പൊ നമ്മുടെ ടോട്ടൽ ക്യാഷിൽ നിന്ന് നമ്മുടെ പേയ്മെന്റ് കുറയ്ക്കുമ്പോൾ 14,300 വരും നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. ഏപ്രിൽ മാസത്തില് ഈ 14,300 ആണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. ഇവിടെ റെസീറ്റ് വരുന്നത് ഏതാണ്? ഏപ്രിൽ മാസത്തിലെ ടോട്ടൽ സെയിൽസ് 36,000ന്റെ പകുതി 18,000ഉം പകുതി 14,000 നമുക്ക് കടായിട്ട് കിട്ടാനുള്ളത്, അതും നമുക്ക് കാശായിട്ട് കിട്ടും. അപ്പൊ അതൊരു 46,300 കാശ് കൈമ നമ്മുടെ കിട്ടി. നമ്മുടെ പർച്ചേസസ് 2 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഫെബ്രുവരിയിൽ നടത്തിയ പർച്ചേസ് ഫെബ്രുവരി മാർച്ചും കഴിഞ്ഞ് ഏപ്രിലാണ് കൊടുക്കേണ്ടി വരിക. അതാ ഇവിടെ 14,000 ഇപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞത്. വേജസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തെ 5,600ന്റെ പകുതിയും മാർച്ചിലെ വേജായ 5,600ന്റെ പകുതിയും കൂടി ചേർത്ത് ഏപ്രിലിൽ സെല്ലിങ്ങും പ്രൊഡക്ഷനും ഓവർഹെഡ് നമ്മുടെ ഏപ്രിൽ ആയതുകൊണ്ട് ഒരു മാസം 2,400 1,000 അത് മാർച്ച് മാസത്തിൽ നമ്മൾ ഇവിടെ പേ ചെയ്യേണ്ടി വരും. സെയിൽസ് കമ്മീഷനും ഈ പറഞ്ഞ പോലെ മാർച്ചിലെ സെയിൽസിന്റെ 5%, മാർച്ചിലെ സെയിൽസ് 28,000 ആണ്, അതിന്റെ 5% 28,000 ആണ്, അതിന്റെ 5% 1,400 കമ്മീഷൻ.
പിന്നെ ആ 30,000 രൂപയ്ക്ക് വാങ്ങിച്ച മെഷീനറിയുടെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റും 15,000. അങ്ങനെ അതെല്ലാം കൂടി പേയ്മെന്റ് നടത്തേണ്ടി വരുമ്പോൾ 39,400 ടോട്ടൽ പേയ്മെന്റ് നടത്തേണ്ടി വരും. അപ്പൊ ടോട്ടൽ ക്യാഷിൽ നിന്നും പേയ്മെന്റ് കുറയുമ്പോൾ 6,900 വരും നമ്മളുടെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. ആ 6,900 നമ്മൾ മെയ്യുടെ ഓപ്പൺ ബാലൻസ് ആയിട്ട് വരും. മെയിൽ ഈ പറഞ്ഞ പോലെ മെയില് 30,000 ക്യാഷ് സെയിൽസിന്റെ 50% 15,000, നമ്മുടെ ഏപ്രില് 36,000 പകുതി നമുക്ക് കടായിട്ട് കിട്ടണേന്റെ ആ 18,000 കൂടി ചേർത്തിട്ട് 39,900 ടോട്ടൽ ക്യാഷ് നമ്മുടെ കൈമ കിട്ടും മെയില്. അതിൽ നിന്ന് തന്നെ പർച്ചേസസ് നമുക്കറിയാം 2 മാസം എന്ന് പറയുമ്പോൾ ഇപ്പൊ മെയ് ആണ്. അപ്പൊ മാർച്ചിലെ പർച്ചേസ് നമ്മൾ ഈ മാസമാണ് 14,000. വേജസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മെയിലെ 5,000 പകുതിയും ഏപ്രിലെ 5,600 പകുതിയും കൂടി കൂട്ടിയിട്ട് നമ്മൾ മെയില് വേജസ് 5,300 കൊടുക്കേണ്ടി വരും. അപ്പൊ മെയില് വരുന്ന വേജസ് ഏതൊക്കെയാന്ന് പറഞ്ഞ മെയില് വരുന്ന വേജസ് നമ്മളുടെ 5,000 പകുതി മെയ് മാസത്തിലെ വേജിന്റെ പകുതിയും ഏപ്രിൽ മാസത്തെ 5,600 പകുതിയും കൂടി കൂട്ടിയിട്ട് മെയില് നമുക്കൊരു വേജസ് 5,300 കിട്ടും. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ സെല്ലിംഗ് ഓവർഹെഡ് ഒരു മാസം ലാഗ് ചെയ്തിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലെ 2,500 1,100 ആണ് മെയിൽ കൊടുക്കുന്നത്. സെയിൽസ് കമ്മീഷൻ ഏപ്രിലെ 36,000 5% 1,800 ആണ് മെയിൽ കിട്ടുന്നത്. പിന്നെ ഈ മാസം മെഷീനറിയുടെ പർച്ചേസും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സോ അതില്ല. സോ 24,700. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് മെയ് മാസത്തില് 15,200 വരും. ഇനി ആ 15,200 ആണ് നമ്മൾ ജൂണിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണേ. ജൂണിലെ ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ ജൂണിലെ സെയിൽസ് ആയ 40,000 പകുതിയും മെയിലെ 30,000 തന്നെ ക്യാഷ് ഇട്ട് കിട്ടി. മറ്റത് കടമായിട്ടുള്ളത് ജൂണിലാണ് കിട്ടുക. ആ 15,000 കൂടി ചേർത്ത് അവിടെ ടോട്ടൽ ക്യാഷ് 50,200 കിട്ടും. പേയ്മെന്റ് പർച്ചേസ് എന്ന് വെച്ചാൽ ജൂൺ ആവുമ്പോ ഏപ്രിലെ പർച്ചേസ് 22,000 പൈസ നമ്മൾക്ക് കൊടുക്കേണ്ടി വരിക ജൂണിലാണ്. അതുപോലെ വേജസിന്റെ കാര്യം പറയുമ്പോൾ 6,000 ജൂണിലെ വേജായ 6,000 പകുതിയും മെയിലെ വേജായ 5,000 പകുതിയും കൂടി ചേർത്ത് നമ്മളിവിടെ 5,500 കൊടുക്കേണ്ടി വരും. പ്രൊഡക്ഷൻ സെല്ലിംഗ് ഓവർഹെഡ് ജൂണിലെന്ന് പറയുമ്പോൾ മെയിലെ 2,200 1,000 വരും. ഇനി സെയിൽസ് കമ്മീഷൻ മെയിലെ 30,000 5% ആയ 1,500 വരും. അങ്ങനെ ആ മാസം എല്ലാം കൂടി 32,200 വരും നമ്മുടെ പർച്ചേസ് പേയ്മെന്റ്. അപ്പൊ നമ്മുടെ ജൂണിലെ ക്ലോസിംഗ് ബാലൻസ് 18,000 വരും. ഇത് കമ്പാരിറ്റീവ്ലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെറും റെപ്പറ്റീഷൻ ആണ്. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. എങ്ങനെയാണ് ക്രെഡിറ്റേഴ്സിനെ ട്രീറ്റ് ചെയ്യണത്, നമ്മൾ ആസ് ഡെപ്റ്റേഴ്സ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഓവർഹെഡും വേജസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, വേറെ എന്തെങ്കിലും എക്സ്ട്രാ പേയ്മെന്റോ മെഷീനറിയോ സെയിൽസ് കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ പേയ്മെന്റുകൾ ഉണ്ടോ, ക്യാഷ് സെയിൽസ് എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് റെസീറ്റും പേയ്മെന്റും എഴുതേണ്ടത്. പിന്നെ കാൽക്കുലേഷൻ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഒരു 6 മന്തിലുള്ള ഒരു എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, ക്യാഷ് ബഡ്ജറ്റ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇതുപോലെ ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലം തന്നെയാണ്. ഒരു കമ്പനിക്ക് 1 ജാനുവരി 2012 അവരുടെ ക്യാഷ് ഇൻ ഹാൻഡ് 25,000 ആണ്. നമ്മളോട് ജാനുവരി ടു മാർച്ച് വരെയുള്ള 3 മന്ത്സിനൊക്കെയുള്ള ഒരു ക്യാഷ് ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ചിന്റെ സെയിൽസ്, പർച്ചേസ്, വേജസ്, എക്സ്പെൻസസ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ സപ്ലയേഴ്സ് നമുക്ക് അനുവദിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 2 മന്ത്സ് ആണ്. ക്യാഷ് നമ്മുടെ സെയിൽസിന്റെ 25% ക്യാഷ് സെയിൽസ് ആണ്. പീരീഡ് ഓഫ് ക്രെഡിറ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് 1 മന്ത് ആണ്. വേജസും എക്സ്പെൻസസും 1 മന്ത് ഡിലേ ഉണ്ട്. മാർച്ചിൽ ഒരു 25,000 ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ജാനുവരി ടു മാർച്ച് ഉള്ള ഒരു ക്യാഷ് ബഡ്ജറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം.
ഇപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് ഫോർ 3 months ആണ്. അപ്പോൾ നമുക്കറിയാം ജാനുവരിയിൽ ക്യാഷ് ബാലൻസ് 25,000 ഉണ്ട്. നോർമൽ റെസീറ്റ് ആഡ് ചെയ്യുന്നു, പേയ്മെന്റ് സബ്ട്രാക്ട് ചെയ്യുന്നു, ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കുന്നു. അത് തന്നെയാണ് പേയ്മെന്റ് ആൻഡ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് മെത്തേഡ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാഷ് സെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജാനുവരി മാസത്തെ 92,000 ആണ് സെയിൽസ്. അതിൻ്റെ 25%, അതായത് 23,000 ക്യാഷ് ആയിട്ട് കിട്ടും. ഇനി പറയുന്നത് കസ്റ്റമേഴ്സ് ഒരു മാസം കഴിഞ്ഞിട്ടാണ്, സെയിൽസ് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം നമുക്ക് കാശ് കിട്ടുക, കസ്റ്റമേഴ്സ് കടായിട്ട് വാങ്ങിച്ചേണ്ട എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ ഒരു 80,000 സെയിൽസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു 25% എന്ന് പറയുന്ന 20,000 കാശ് നമുക്ക് ആ മാസം തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കി 80,000 ഈ 6th പോയ എമൗണ്ട്, 80,000 20,000 പോയ 60,000 നമുക്ക് കിട്ടുന്നത് ജാനുവരിയിലാണ്. സോ അതൊരു 1,08,000 വരും. പേയ്മെന്റ് പറയുന്നത് ക്രെഡിറ്റേഴ്സ് സപ്ലയേഴ്സ് നമുക്ക് 2 മാസമാണ് സമയം തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജാനുവരിയിൽ നമ്മൾ നവംബറിലെ പർച്ചേസിന്റെ പൈസയാണ് കൊടുക്കേണ്ടി വരിക. അതാണത് 40,000 വരുന്നത്. വേജസും എക്സ്പെൻസസും 1 month ഡിലേ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ജാനുവരിയിൽ നമ്മൾ വേജസും എക്സ്പെൻസസും ഡിസംബർ മാസത്തെയാണ്. അതാണ് അത് 8,000 7,000 വരുന്നത്. ഈ മാസം നമുക്ക് ഇൻകം ടാക്സ് ഒന്നും കൊടുക്കാനില്ല. സോ പേയ്മെന്റ് 55,000. അങ്ങനെ നമ്മുടെ ക്യാഷ് ബാലൻസ് 53,000 എന്ന് കിട്ടി. ഇതാണ് ഫെബ്രുവരിയുടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. അവിടുത്തെ ക്യാഷ് സെയിൽസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ 1 lakh സെയിൽസ് ഉണ്ട്. അതിന്റെ 25% ആയ 25,000 ക്യാഷ് ആയിട്ട് കിട്ടും. അതിന് പുറമെ ജാനുവരിയിലുള്ള 92,000, അതിന്റെ 25% നമുക്ക് ആ മാസം തന്നെ കിട്ടി. ബാക്കി വരുന്ന എമൗണ്ട് 92 കുറച്ചിട്ട് കിട്ടുന്നതാണ് ഈ 69,000 എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് 47,000 എന്ന് കിട്ടും. അത് അത്രയും സിമ്പിൾ ആണ്. കാരണം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് 92,000 25% ആ മാസം തന്നെ കിട്ടി. അപ്പൊ ബാക്കി വരുന്ന എമൗണ്ട് ഇതിൽ നിന്ന് കുറച്ചിട്ടുള്ളതാണ് നമുക്ക് എന്ത് വരിക, ഈ ഫെബ്രുവരിയിൽ കൊടുക്കേണ്ടി വരിക. അത് 1,47,000 കിട്ടി. ഇനി ക്രെഡിറ്റേഴ്സിന് ഇനി പേയ്മെന്റ് ആണ്. അപ്പൊ 2 മാസമാണ് സപ്ലയേഴ്സ് നമുക്ക് തരുന്ന അവധി. എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലെ എന്ന് പറയുമ്പോൾ ഡിസംബറിലെ പർച്ചേസിന്റെ പൈസയാണ് ഇവിടെ കൊടുക്കുന്നത്. വേജ് എന്ന് പറയുമ്പോൾ 1 മാസം ലാഗ് ചെയ്തിട്ടാണ്. വെച്ചാൽ ഫെബ്രുവരിയിൽ നമ്മൾ ജാനുവരിയിലെ വേജസും എക്സ്പെൻസസിന്റെ കാശാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻകം ടാക്സ് ഇവിടെ ഇല്ല. സോ അത് 66,000 വരുന്നു. 81,000 ക്യാഷ് ബാലൻസ് വരും. ഇനി അടുത്ത മാർച്ചിലേക്ക് 81,000 ആണ് ക്യാഷ് ബാലൻസ്. മാർച്ചിലെ 1,20,000 സെയിൽസിന്റെ 25% നമുക്ക് ആ മാസം തന്നെ ക്യാഷ് ആയിട്ട് കിട്ടി. അതാണ് 30,000. പിന്നെ ഫെബ്രുവരി മാസത്തെ 1 lakhന്റെ 25%, അത് 1 lakhന്ന് കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് 75,000. അത് നമുക്ക് മാർച്ചിലാണ് കിട്ടുക. അപ്പൊ അവിടെ ടോട്ടൽ 1,86,000 വരും. ക്രെഡിറ്റേഴ്സ് നമ്മൾ സപ്ലയേഴ്സ് നമുക്ക് 2 മാസമാണ്. എന്ന് ജാനുവരിയിലെ പർച്ചേസസിന്റെ പൈസയാണ് നമ്മൾ മാർച്ചിൽ കൊടുക്കുക. വേജും എക്സ്പെൻസും 1 മാസം ഡിലേ എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലെ അതാണ് 10,000 8,000. ഇവിടെ പിന്നെ എക്സ്ട്രാ മാർച്ചിൽ ഒരു 25,000 ഇൻകം ടാക്സും കൊടുക്കാനുണ്ട്. സോ ടോട്ടൽ പേയ്മെന്റ് നമുക്ക് 95,000 ഉണ്ട്. അപ്പൊ നമുക്ക് ക്യാഷ് ബാലൻസ് 91,000 ഉണ്ട് ആസ് ഓൺ മാർച്ച് എൻഡ്. ഇതാണ് നമ്മുടെ 3 monthsലെ നമ്മുടെ ഒരു ക്യാഷ് ബഡ്ജറ്റ്. ഇവിടെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. നമ്മളുടെ നോർമലി പറഞ്ഞ പോലത്തെ കാര്യം തന്നെയുള്ളൂ. 50% ക്യാഷ് സെയിൽസ് പറയുന്നത് 25% എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. ഒരു ഇൻകം ടാക്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇനി നെക്സ്റ്റ് നമ്മളോട് 4 months ക്യാഷ് ബഡ്ജറ്റ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ വരെ എന്ന് വെച്ചാൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 4 മാസത്തേക്ക്. നമുക്ക് നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലിലൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസും പർച്ചേസസും വേജസും മാനുഫാക്ചറിങ് എക്സ്പെൻസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ഒക്കെ തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുന്നത് 1st January 2011 ക്യാഷ് ഇൻ ഹാൻഡ് 40,000 ആണ്. മാർച്ച് മാസത്തിൽ ടാക്സ് ഒരു 11,000 പേ ചെയ്യണം.
മന്ത് ഓഫ് ഏപ്രിലിൽ ഒരു 15,000 ഡിവിഡൻഡ് പേ ചെയ്യണം. ഫെബ്രുവരിയിൽ ഒരു 8,000 ഫർണിച്ചർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 80,000 നമ്മൾ ഒക്ടോബറിൽ വാങ്ങിച്ച മെഷീനറിക്ക് എല്ലാ മാസവും 6,000 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാനുണ്ട്. ക്രെഡിറ്റേഴ്സിന് 2 months ആണ് ക്രെഡിറ്റ് പീരീഡ്. വേജസ് ഒരു മാസം ലാഗ് ചെയ്തിട്ടാണ്. മാനുഫാക്ചറിങ്ങും സെല്ലിംഗ് എക്സ്പെൻസസും ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് 1 month ആണ്. കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് പീരീഡ് 2 months ആണ് അലോ ചെയ്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 1/2 month ലാഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. നമ്മളോട് ഒരു 4 months ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് 4 മാസത്തേക്ക്. അതായത് നമുക്കറിയാം ജാനുവരിയിൽ ഓപ്പണിംഗ് ബാലൻസ് 40,000. നമുക്കാണെങ്കിൽ റെസീറ്റ് ക്യാഷ് സെയിൽസ് ഒന്നുമില്ല. സെയിൽസിൻ്റെ എത്രയെങ്കിലും പെർസെൻറ്റേജ് ക്യാഷ് സെയിൽസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ആകെ ഉള്ളത് നമ്മൾ കടം കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്, ആ പൈസ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ആകെ ഉള്ള റെസീറ്റ്സ്. അതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് 2 months എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്ക് ജാനുവരിയിൽ കിട്ടുന്നത് നവംബറിലെ കാശായിരിക്കും, സെയിൽസിന്റെ കാശായിരിക്കും. എന്ന് വെച്ചാൽ 50,000 മുഴുവനായിട്ടും നമുക്കത് ജാനുവരിയിലാണ് കിട്ടുക. അത്ര മാത്രമേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും റെസിപ്റ്റ് ഇല്ല. പേയ്മെന്റ് വരുന്നത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുത്ത് നമ്മുടെ പേയ്മെന്റ് പീരീഡ് 2 months ആണ്. കസ്റ്റമേഴ്സ് ആർ അലൗഡ് എ ക്രെഡിറ്റ് പീരീഡ് ഓഫ് 2 months. എന്ന് വെച്ചാൽ ജാനുവരിയിൽ നമ്മൾ നവംബറിലെ പർച്ചേസ് ആ കാശാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. എന്ന് വെച്ചാൽ 13,000. അതാണ് നവംബറിൽ. വേജസ് എന്ന് പറയുന്നത് ഒരു മന്ത് ലാഗാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ജാനുവരിയിൽ എന്ന് പറയുന്നത് ഡിസംബറിലെ വേജസ് ആണ് നമുക്ക് കൊടുക്കുന്നത്. മാനുഫാക്ചറിങ് എക്സ്പെൻസും മാനുഫാക്ചറിങ് എക്സ്പെൻസ് അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസ് അതൊക്കെ ഓരോ മന്ത് ഡിലേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഡിസംബറിൽ, അതുപോലെ തന്നെ സെല്ലിംഗ് എക്സ്പെൻസും നമുക്ക് ഡിസംബറിൽ. അതാണ് 1,200 2,000. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 1/2 month. എന്ന് വെച്ചാൽ ജാനുവരി മാസത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഡിസംബർ മാസത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയ 1,800 പകുതിയും ജാനുവരിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയ 1,750 പകുതിയും കൂടി ചേർത്തിട്ട് 1,775 ആണ് നമുക്ക് ജാനുവരിയിലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് വരിക. പിന്നെ നമുക്ക് അന്ന് ടാക്സോ ഡിവിഡൻഡോ പർച്ചേസോ ഫർണിച്ചറോ ഒന്നും ആ മാസത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് പിന്നെ ആകെ ഉള്ളത് പർച്ചേസ് മെഷീനറി വാങ്ങിച്ചപ്പോൾ 6,000 രൂപ ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പൊ ആ 6,000 കൂടി വന്നു. അങ്ങനെ ടോട്ടൽ പേയ്മെന്റുകൾ 29,975 ആയി. അപ്പൊ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് എത്ര വരും? ടോട്ടൽ പേയ്മെന്റ് കുറയ്ക്കുമ്പോൾ 61,25. അതാണ് ജാനുവരിയിൽ വരുന്ന ക്ലോസിംഗ് ബാലൻസ്. ഇനി ഈ 61,025 ആണ് ഫെബ്രുവരിയുടെ ഓപ്പണിംഗ് ബാലൻസ്. അവിടെ നമുക്ക് ആകെപ്പാടെ ഉള്ളത് ഡെറ്റേഴ്സിന് നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 2 months ആണ്. അപ്പൊ ഫെബ്രുവരിയിലെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സെയിൽസ് ഡിസംബറിലെയാണ് കിട്ടേണ്ടത്. അതാണ് 60,000. സോ 1,21,25 അതാണ് ടോട്ടൽ റിസീറ്റ്സ് വരിക. പേയ്മെന്റ് ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റേഴ്സിനുള്ള പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് അതും ഈ പറഞ്ഞ പോലെ 2 months ആണ്. എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലാകുമ്പോൾ നമുക്ക് ഡിസംബറിലെ ആണ് പേയ്മെന്റ് വരിക. ക്രെഡിറ്റേഴ്സിന്റെ 15,000. വേജസും ഈ പറഞ്ഞ പോലെ ഒരു മാസം ലാഗാണ്. എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലെ ആണെങ്കിൽ ജാനുവരിയിലെ വേജസ് 4,500 ആണ് വരിക. അതുപോലെ മാനുഫാക്ചറിങ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ഒരു മന്ത് തന്നെയാണ് ലാഗ്. എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലെ എന്ന് വെച്ചുമ്പോൾ ജാനുവരിയിലെ 1,600 അതുപോലെ 1,100 വരും. ഇനി നമ്മൾക്ക് ഫെബ്രുവരിയിലെ എന്ന് പറയുമ്പോൾ ജാനുവരിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയ 1,750 പകുതിയും ഫെബ്രുവരിയിലെ 1,900 പകുതിയും കൂടി ചേർത്ത് 1,825. പിന്നെ അവിടെ
ആ മാസത്തില് ഒരു 8,000 റുപ്പീസിന് ഫെബ്രുവരിയിൽ ഒരു 8,000 റുപ്പീസിന് ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബറിൽ വാങ്ങിച്ച മെഷീനറിയുടെ ഒരു 6,000 ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അപ്പൊ 38,25 അവിടെ ടോട്ടൽ പേയ്മെന്റ് വരും. ഇനി നമ്മുടെ ടോട്ടൽ ക്യാഷിൽ നിന്ന് ടോട്ടൽ പേയ്മെന്റ് കുറയ്ക്കുമ്പോൾ 83,000 നമുക്ക് ക്ലോസിംഗ് ബാലൻസ് വരും. ഈ 83,000 ആണ് മാർച്ച് മാസത്തിലേക്ക് ക്യാരി ഫോർവേഡ്. അപ്പൊ അവിടുത്തെ മാർച്ചിന്റെ ഓപ്പണിംഗ് ബാലൻസ് 83 ആണ്. ഇനി മാർച്ച് മാസത്തിൽ റിസീവ് ചെയ്യുന്നത് നമുക്കറിയാം 2 മാസം മുമ്പത്തെ സെയിൽസിന്റെ കാശാണ്. എന്ന് വെച്ചാൽ മാർച്ച് ആണെങ്കിൽ ജാനുവരിയിലെ 55,000 ആണ് നമുക്ക് ആ മാസം കിട്ടുക. സോ 1,38,000 ആണ്. 1,38,000 ആണ്. പേയ്മെന്റ് വരുന്നത് ക്രെഡിറ്റേഴ്സിനുള്ള പേയ്മെന്റും 2 മാസം മുൻപത്തെയാണ്. എന്ന് വെച്ചാൽ മാർച്ചിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജാനുവരിയിലെ പേയ്മെന്റ് 14,000 ആണ് കൊടുക്കേണ്ടി വരിക. വേജസും അതുപോലെ തന്നെ മാർച്ചിലെ ആണെങ്കിൽ 1 മാസം മുമ്പത്തെ 6,000, അതായത് ഫെബ്രുവരിയിലെ മാനുഫാക്ചറിങ്ങും സെല്ലിങ്ങും എക്സ്പെൻസസും ഈ പറഞ്ഞ പോലെ ഫെബ്രുവരിയിലെ 2,200 1,300 ആണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ മാർച്ചിലെ 2050 പകുതിയും ഫെബ്രുവരിയുടെ 1,900 പകുതിയും കൂടി ചേർത്ത് നമ്മൾക്ക് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 1,975 വരും. പിന്നെ നമുക്കറിയാം മാർച്ച് മാസത്തിൽ ഒരു 11,000 ടാക്സ് പിടിച്ചിട്ടുണ്ട് കൊടുക്കേണ്ടി വരും. പുറമെ മെഷീനറിയുടെ ഇൻസ്റ്റാൾമെന്റ് ഒരു 6,000. അങ്ങനെ ഒരു 42,475 അതാണ് നമ്മുടെ ടോട്ടൽ പേയ്മെന്റ് വരിക. സോ ടോട്ടൽ ക്യാഷിൽ നിന്ന് റെസീപ്റ്റ് പേയ്മെന്റ് പോകുമ്പോൾ 95,525 ആണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. ഇതാണ് ഏപ്രിലിന്റെ ഓപ്പണിംഗ് ബാലൻസ്. ഇനി ഏപ്രിലിൽ കിട്ടുന്ന സെയിൽസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് ഫെബ്രുവരി കാശാണ്. അന്നത്തെ നടത്തിയ സെയിൽസിന്റെ പൈസയായ 70,000 ആണ്. സോ അത് 1,65,525 എന്ന് വരും. പേയ്മെന്റ് എന്ന് പറയുന്നതും 2 മന്ത്സ് മുമ്പുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിലെ പേയ്മെന്റ് എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ കിട്ടേണ്ട പേയ്മെന്റ് ആണ്. പർച്ചേസിന്റെ നമ്മൾ കൊടുക്കേണ്ടത് ഫെബ്രുവരിയിലെ കാശാണ് കൊടുക്കേണ്ടത്. 20,000 വേജസ് ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ മാസത്തിലെ, അത് മാർച്ചിലെ 7,000. അതുപോലെ മാനുഫാക്ചറിങ്ങും സെല്ലിങ്ങും എക്സ്പെൻസ് ആണെങ്കിലും തൊട്ട് മാർച്ചിലെയാണ് 2,400 1,400 ആണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിലെ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിലെ 2,200 പകുതിയും മാർച്ചിലെ 2,050 പകുതിയും കൂടി ചേർത്ത് 2,125 ആണ് നമ്മളുടെ സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് വരിക. ടാക്സ് വരുന്നില്ല, പക്ഷെ അവിടെ ഒരു 15,000 ഡിവിഡൻഡ് പേ ചെയ്യാൻ പറയുന്നുണ്ട്. അതിന് പുറമെ മെഷീനറി ഒക്ടോബറിൽ വാങ്ങിച്ചതിന്റെ ഒരു ഇൻസ്റ്റാൾമെന്റ് 6,000 വരും. സോ ടോട്ടൽ പേയ്മെന്റ് 53,925 എന്ന് വരും. സോ നമുക്കത് ടോട്ടൽ ക്യാഷിൽ നിന്ന് ടോട്ടൽ പേയ്മെന്റ് പോകുമ്പോൾ 1,11,600 വരും നമ്മുടെ ഏപ്രിലിലെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ക്യാഷ് ബഡ്ജറ്റ്. വളരെ സിമ്പിളാണ്. റെസീറ്റ്സിൽ ഡെറ്റേഴ്സ് നമുക്ക് കിട്ടേണ്ട പൈസ നമ്മൾ കടമായിട്ട് കൺസ്യൂമേഴ്സിന് കൊടുത്തിട്ട് അവര് തിരിച്ചു തരേണ്ട കാശും സെയിൽസ് റെഡി നമ്മുടെ ക്യാഷിന് വിറ്റുപോയതും ഇത് രണ്ടാം റെസീറ്റിൽ വരുള്ളൂ. പേയ്മെന്റിൽ പൊതുവെ ക്രെഡിറ്റ് നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കേണ്ട കാശ്, വേജസ്, മാനുഫാക്ചറിങ്, അഡ്മിനിസ്ട്രേറ്റിംഗ്, സെല്ലിംഗ് എക്സ്പെൻസുകൾ, പിന്നെ എന്ത് വേണമെങ്കിലും വരാം. ഈ പറഞ്ഞ പോലെ ടാക്സോ ഡിവിഡൻഡോ ഫർണിച്ചർ പർച്ചേസ് ചെയ്തതോ മെഷീനറി പർച്ചേസ് ചെയ്തതോ പർച്ചേസ് ചെയ്തതിന്റെ ഇൻസ്റ്റാൾമെന്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് റെസീറ്റ് കൂടി ആഡ് ചെയ്ത് പേയ്മെന്റ് കുറച്ചാൽ നമുക്ക് ബാലൻസ് കിട്ടി. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോട്ടൽ ക്യാഷിൽ നിന്ന് ടോട്ടൽ പേയ്മെന്റ് കുറയ്ക്കുക വളരെ സിമ്പിൾ ലോജിക്കിലുള്ളൊരു ബഡ്ജറ്റ് ആണ്. സോ അതുപോലെ എന്നാൽ എളുപ്പമാണ് താനും. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മളിപ്പോ ആസച്ച് പഠിച്ചത് ഫംഗ്ഷന്റെ ബേസിസിൽ 2 തരത്തിൽ ബഡ്ജറ്റ്സ് ഉണ്ട്. ഒന്ന് ഫങ്ഷണൽ ബഡ്ജറ്റും ഒന്ന് മാസ്റ്റർ ബഡ്ജറ്റും. ഫങ്ഷണൽ ബഡ്ജറ്റിൽ നിന്ന് സെയിൽസ് ബഡ്ജറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് ഉണ്ട്, മെറ്റീരിയൽ ബഡ്ജറ്റ് ഉണ്ട്, പെർച്ചേസ് ബഡ്ജറ്റ് ഉണ്ട്, ലേബറും ഓവർഹെഡ് ബഡ്ജറ്റുകളുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ക്യാഷ് ബഡ്ജറ്റ് ഉണ്ട്. അതിൽ ക്യാഷ് ബഡ്ജറ്റ് തന്നെ 3 തരത്തിലും മെത്തേഡുകൾ ഉണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ.
കണ്ടുപിടിക്കാൻ, പ്രിപ്പയർ ചെയ്യാൻ. പക്ഷെ അതിൽ തന്നെ പേയ്മെന്റ് ആൻഡ് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് മെത്തേഡ് വെച്ചിട്ട് ക്യാഷ് ബഡ്ജറ്റ് മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാറുള്ളൂ. പിന്നെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തതിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മാസ്റ്റർ ബഡ്ജറ്റ്. എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റുകളും സമ്മറൈസ് ചെയ്തിട്ടാണ് മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. സോ ഇത് ഒബ്വിയസ്ലി അപ്പൊ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് പ്രിപ്പയർഡ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഓൾ ദ ഫങ്ഷണൽ ബഡ്ജറ്റ്സ്. ഫങ്ഷണൽ ബഡ്ജറ്റ്സ് റിവ്യൂ ചെയ്ത് റിവൈസ് ചെയ്യും ഇഫ് നെസസറി. എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബഡ്ജറ്റിനെയാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുക. ബഡ്ജറ്റ് കമ്മിറ്റിയാണ് ഈ മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. 2 പാർട്ടായിട്ടാണ്, ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ആയിട്ടും ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ടും ബഡ്ജറ്റഡ് ബാലൻസ് ഷീറ്റ് ആയിട്ടും, അങ്ങനെ 2 പാർട്ടായിട്ടാണ് മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാക്കുക. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മുടെ കമ്പനിയുടെ ടാർഗറ്റ് ആ ഒരു ബഡ്ജറ്റ് പീരീഡിൽ. അപ്പൊ സമ്മറി ബഡ്ജറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ദ കമ്പണന്റ് ഫങ്ഷണൽ ബഡ്ജറ്റ് ആൻഡ് വിച്ച് ഈസ് ഫൈനലി അപ്രൂവ്ഡ്, അഡാപ്റ്റഡ് ആൻഡ് എംപ്ലോയിഡ്, അതാണ് മാസ്റ്റർ ബഡ്ജറ്റ്. അപ്പൊ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂളാണ് ബഡ്ജറ്റ്. അതുപോലെ തന്നെ സിമ്പിളുമാണ്. ഇൻഡിവിജ്വലി ഡിപ്പാർട്ട്മെന്റ്സിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫംഗ്ഷന്റെ ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്ത് അത് ഫങ്ഷണൽ ബഡ്ജറ്റും അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതാണ് മാസ്റ്റർ ബഡ്ജറ്റ്. ആൻഡ് ദാറ്റ് ബിക്കംസ് ദ ടാർഗറ്റ് ഓഫ് ദ എൻറ്റയർ കമ്പനി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബഡ്ജറ്റ് പീരീഡ്. അപ്പൊ അതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ നമ്മൾ ഫങ്ഷണൽ എന്നും മാസ്റ്റർ ബഡ്ജറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.